ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അതായത് ഞായറാഴ്ചത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ. അപ്പോൾ ഇന്നലെ സൺഡേ ആണെങ്കിലും നമ്മൾ ഫുള്ള് വീട്ടിൽ തന്നെ ആയിരുന്നു, പുറത്ത് ഇറങ്ങിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇക്ക രാവിലെ പോയിട്ട് രാത്രിയാണ് ഇക്ക വന്നത്. ഇക്ക ഡെസേർട്ട് ഡ്രൈവും അതുപോലെ തന്നെ ക്രിക്കറ്റ് കളി അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ഇക്ക ഫുൾ തിരക്കായിരുന്നു. അപ്പം നമ്മൾ കംപ്ലീറ്റ് ഞാനും മക്കളും ഫുള്ള് വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇക്ക വെളുപ്പിനെ തന്നെ ഡെസേർട്ട് ഡ്രൈവിന് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കുക്കിങ്ങിന് ഒരു ചെറിയ മടി വന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു മസാല ദോശ ഓർഡർ ചെയ്തു. അപ്പോൾ ഒരു ഗ്ലാസ് ചൂട് ചായയും വെച്ചു. ഇക്കാക്ക് ചായ വേണ്ടയൊക്കെ ഇല്ല. അപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് ചൂട് ചായയും വെച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയും ഓർഡർ ചെയ്തു. അപ്പോൾ മക്കൾ നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ മക്കൾ എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പാലും അതുപോലെ തന്നെ ഏത്തപ്പഴം പുഴുങ്ങിയതൊക്കെയാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കാറ്. ഞാനിങ്ങനെ കുക്കിംഗ് ഇല്ലാത്ത ദിവസം ഏത്തപ്പഴം പുഴുങ്ങിയതാണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മസാല ദോശ, പിന്നെ സാമ്പാർ, അതിൻ്റെ കൂടെ 2 ടൈപ്പ് ചട്നി, ഓറഞ്ച് കളർ ചട്നിയും ഉണ്ട്, അതുപോലെ തന്നെ വെള്ള കളർ കോക്കനട്ട് ചട്നിയും ഉണ്ട്. പിന്നെ ചായ ഇപ്പോൾ വീട്ടിൽ ആ ഒരു മസാല ദോശ ഓർഡർ ചെയ്ത ആ ഒരു ടൈമിൽ ചായ വേഗം വെച്ചതാണ്. അപ്പോൾ ഇന്ന് ഒരു ഗ്ലാസ് ചായ വെച്ചുള്ളൂ. എപ്പോഴും നമ്മൾ 2 ഗ്ലാസ് ചായയാണ് വെക്കുന്നത്, ഞങ്ങൾക്ക് ഓരോ ഗ്ലാസ്. അപ്പോൾ സൺഡേയ്സിൽ ഇങ്ങനെ ഡെസേർട്ട് ഡ്രൈവ് പോകുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ഇപ്പോൾ ക്ലൈമറ്റ് അത്യാവശ്യം അടിപൊളി ആയതുകൊണ്ട്, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഡ്രൈവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് അബുദാബി ഏരിയ അങ്ങനെ ആണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ പോയാൽ വൈകുന്നേരം വരെ ഡ്രൈവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ലഞ്ചും ഈ പറയുന്നത് പോലെ വലിയ കുക്കിങ്ങും കാര്യമൊന്നുമില്ല. പിന്നെ ഇന്നത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത് ഞാൻ എല്ലാ നേരവും കഴിക്കുന്നുണ്ട്, പക്ഷേ കുക്കിംഗ് ഇല്ലാത്ത ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. പിന്നെ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് കുക്കുംബറും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വീട്ടിൽ പുറത്ത് പോയി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പർച്ചേസ് നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഹോം ഡെലിവറി ചെയ്തു. അപ്പോൾ കുറച്ച് സ്ട്രോബെറിയും അതുപോലെ തന്നെ കുക്കുംബറും കട്ട് ചെയ്ത് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട്. പിന്നെ കുക്കുംബർ ഞാൻ പ്രത്യേകം പിഞ്ചായിട്ടുള്ള, ഒരുപാട് മൂത്ത് പോവാത്ത വളരെ പിഞ്ചായിട്ടുള്ള കുക്കുംബർ മതി എന്നവരോട് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈപ്പ് കുക്കുംബറും ആണ് ഹോം ഡെലിവറി ചെയ്തത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇടയ്ക്കിങ്ങനെ ഞാൻ കഴിക്കാറുണ്ട്, ഇങ്ങനെ കുക്കുംബറും അതുപോലെ തന്നെ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ ഇടയ്ക്കിങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻ ആയിട്ട് വെച്ചതാണ്. ഒരു 2 കുക്കുംബറും ഒരു 7-8 സ്ട്രോബെറി എടുത്തിട്ട് ഞാൻ വെച്ചതാണ്. സാറായ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്ട്രോബെറി കഴിക്കാനും അതുപോലെ തന്നെ കുക്കുംബർ കഴിക്കാനും. അങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് സാറായ്ക്കും സൈറോനും വേണ്ടിയിട്ടുള്ള കുക്കുംബറും സ്ട്രോബെറിയൊക്കെ ഞാൻ പ്ലേറ്റിലാക്കി കൊടുത്തതാണ്. അങ്ങനെ ടേബിളിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനും മക്കളും അതങ്ങ് കഴിച്ചോളും. ഇനിയിപ്പോൾ നമുക്ക് ഉച്ചയ്ക്കത്തെ കാര്യത്തിലേക്ക് കടക്കാം. ലഞ്ചിന് കഴിഞ്ഞ ദിവസം നമ്മൾ പൊതിച്ചോറ് വാങ്ങിച്ചു. അപ്പം ഒരു പൊതി ചോറ് നമ്മൾക്ക് 3 പേർക്കും വയറ് നിറച്ച് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പൊതിയും കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു. അപ്പോൾ ഇന്ന് ആ പൊതി ചോറ് ആവി കയറ്റി ആ ചോറാണ് ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ പൊതിച്ചോറിലെ ഓംലെറ്റും അതുപോലെ തന്നെ ഫിഷും ഞാൻ എടുത്തായിരുന്നു. നോൺ വെജ് വെച്ചേക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതെടുത്തു. അതുകൊണ്ട് തന്നെ ഇന്ന് പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഒരു ഡബിൾ ഓംലെറ്റ് ചെയ്യുവാണ്. പിന്നെ പപ്പടം പൊരിക്കുന്നുണ്ട്, പിന്നെ ചമ്മന്തിപ്പൊടി, അച്ചാർ, ആ വക ഐറ്റംസും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പൊതിച്ചോറിൻ്റെ അകത്ത് അവിയൽ, അതുപോലെ തന്നെ മെഴുക്കുവരട്ടി, അങ്ങനെയുള്ള തോരൻ, മെഴുക്കുവരട്ടി കാര്യങ്ങളെല്ലാം പൊതിച്ചോറിലുണ്ട്. എന്നാൽ അതിലത്തെ ഓംലെറ്റും ഫിഷ് ഫ്രൈ ഒക്കെയാണ് ഞാൻ എടുത്ത് മാറ്റിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും മക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ഓംലെറ്റാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ. ഗ്രീൻ
ഗ്രീൻ ചില്ലിയോ പെപ്പർ പൗഡറോ ഒന്നും ഇട്ടില്ല. കാരണം ഞാൻ ഇല്ലാത്തപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഓംലെറ്റ് പൊരിക്കുന്നത്. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഇതാ ഡബിൾ ഓംലെറ്റ് പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ചേർത്തിട്ടാണ് പൊതിച്ചോറ് കഴിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പൊതിച്ചോറ് വേറെ പ്ലേറ്റിലേക്ക് ഒന്നും സെപ്പറേറ്റ് ചെയ്യുകയോ ഒന്നുമില്ല. ആ ഒരു പൊതി തുറന്നതിന് ശേഷം ഞാനും സാറായും കൂടെ ഒരുമിച്ച് കഴിക്കും. അപ്പോൾ ഞാൻ എനിക്കും മക്കൾക്കും കൂടിയിട്ടുള്ള മുട്ടയാണ് പൊരിച്ചത്. പിന്നെ പപ്പടവും എല്ലാം ആ ഒരു ഒറ്റ പൊതിയിൽ വെച്ച് തന്നെ, ഇനിയിപ്പം വേറെ പ്ലേറ്റിലേക്ക് ചോറും കറികളും ഒന്നും ആക്കുന്നൊന്നുമില്ല, ആ പൊതിയിൽ വെച്ച് തന്നെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ കിച്ചണിൽ ഓരോരോ കാര്യങ്ങളും അധികമൊന്നുമില്ല. ഒരു മുട്ട പൊരിക്കൽ, ഒരു പപ്പടം പൊരിക്കൽ, പിന്നെ ചമ്മന്തിപ്പൊടി നമ്മുടെ കയ്യിലുണ്ട്, പിന്നെ അച്ചാർ, എല്ലാം കൂടെ ചേർത്തിട്ട് ഇന്നലത്തെ ആ പൊതിച്ചോറ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ടേബിളിലേക്ക് എല്ലാം റെഡിയാക്കി. പപ്പടവും അതുപോലെ തന്നെ മാങ്ങാച്ചാറും, പപ്പടം, മാങ്ങാച്ചാറ്, മുട്ട പൊരിച്ചത്, സാമ്പാർ, ചമ്മന്തിപ്പൊടി, പിന്നെ ഇതാ നമ്മുടെ പൊതി. അങ്ങനെ ഞാനിതാ പൊതി അഴിച്ചു. ഇതിൽ ബീട്രൂട്ട് കറി പച്ചടിയും അതുപോലെ തന്നെ അവിയൽ, അച്ചാർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പൊതിയിലുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ അകത്തൊരു കോവയ്ക്ക തോരൻ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ മുട്ട പൊരിച്ചതും അതുപോലെ തന്നെ പപ്പടവും എല്ലാം കൂടെ ചേർത്തിട്ട് അച്ചാറും ചമ്മന്തിപ്പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് പൊതിച്ചോറ് കഴിക്കണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇന്നത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിൽ കുക്കിംഗ് പരമായിട്ടൊന്നും തന്നെ ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഇനി അടുത്തത് ഡിന്നറിനാണെങ്കിലും വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നുമില്ല. പക്ഷേ എല്ലാ നേരവും ഫുഡ് അടിക്കൽ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ കുക്കിങ്ങിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ 4 മണിക്കാണ് വെളുപ്പിനെ പോയത്. രാത്രി വരത്തുള്ളൂ. കാരണം ഡെസേർട്ട് ഡ്രൈവ് കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റ് പരമായിട്ടുള്ള സംഭവം കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് രാത്രി വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടി ഒപ്പിക്കാം. ഇന്ന് കംപ്ലീറ്റ് ഒരു ഫ്രീ ഡേ, ഒരു റെസ്റ്റ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്കിങ്ങിലേക്ക് ഇന്ന് കയറിയില്ല. ഫുഡും കാര്യങ്ങളൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കുക്കിങ്ങിൻ്റെ വലിയ ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മുടെ ലഞ്ച് കഴിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊതിച്ചോറ്. ഇപ്പോൾ ചമ്മന്തിപ്പൊടിയും മുട്ട പൊരിച്ചതും പപ്പടവും എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊതിച്ചോറ്. അപ്പോൾ അത് വാഴയിലേക്കകത്ത് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി പൊതിച്ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കുകയാണ്. പിന്നെ ഞാൻ കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മക്കൾക്ക് വാരി കൊടുക്കുന്നുണ്ട്. സൈറൂനും കുറച്ചായിട്ട് വാരി കൊടുക്കുന്നുണ്ട്. സാറയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സാറയ്ക്കും ഞാൻ നമ്മുടെ പൊതിച്ചോറിൽ നിന്ന് വാരി കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പൊതിച്ചോറ്. പിന്നെ ഈ ഒരു ടൈപ്പ് എഗ് ഓംലെറ്റ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. കാര്യം വെച്ചാൽ കൂടുതൽ സവോള കൊത്തി അരിഞ്ഞിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ള ഓംലെറ്റ്. പിന്നെ പച്ചമുളക് കീറിയിടുന്നത് നല്ലതാണ്. പിന്നെ സാറായ്ക്കും കൂടി ഞാൻ വാരി കൊടുക്കുന്നത് കൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടില്ല. പിന്നെ എനിക്ക് കൂടുതൽ സവോള അല്ലെങ്കിൽ കൂടുതൽ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഓംലെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് കൂടുതൽ ഉള്ളി ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു വലിയ ഹാഫ് സവോള എടുത്തിട്ട് അത് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഓംലെറ്റിലോട്ട് ഇട്ടു. അപ്പോൾ നമ്മുടെ ലഞ്ച് കഴിക്കൽ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇതിതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്കാണ്. ഒരു മൈൽഡ് സ്വീറ്റ്നെസ് എവിടെയോ ഉണ്ട്. നമ്മുടെ പപ്സിൻ്റെയൊക്കെ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള പുറം ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് പോർഷൻ എന്ന് പറയുന്നത്. ഒരു മൈൽഡ് സ്വീറ്റ്നെസ്സോട് കൂടിയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ സ്നാക്ക്. അപ്പോൾ അതിനുശേഷം സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മുസമ്പി എടുത്ത് കട്ട് ചെയ്തു. ഇത് കഴിച്ചത് ഞാൻ കുറച്ച് ഉപ്പ് ഇങ്ങനെ സൈഡിൽ തേച്ചാണ് മുസമ്പി കഴിച്ചത്. അപ്പോൾ ഉപ്പ് ഞാനിപ്പോൾ സൈഡിൽ വെച്ചിട്ടില്ല. ഞാൻ കഴിക്കാൻ നേരം ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈകുന്നേരം ഒരു 6:37 ആയപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു സാറായിക്ക് ബ്രെഡും ജാമും കൊടുക്കാം. പിന്നെ ഞാൻ ബ്രെഡും പീനട്ട് ബട്ടറും കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഐറ്റംസൊക്കെ. അപ്പോൾ ജാം കണ്ടപ്പോൾ സാറായിക്ക് ജാമിനോട് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ബ്രെഡിൽ തേച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാനിതാ ടൊമാറ്റോ കെച്ചപ്പ്
സാറാക്ക് ബ്രെഡിൽ തേച്ച് കൊടുത്തു. ഞാൻ പിന്നെ ഞാൻ ബ്രെഡിൽ പീനട്ട് ബട്ടറും തേച്ച് ഞാനും കഴിച്ചു. അങ്ങനെ വൈകുന്നേരം ഇല്ലാത്തത് കൊണ്ട് തന്നെ ചായ വെക്കലും കാര്യങ്ങളും വേറെ പ്രത്യേക സ്നാക്ക് എടുക്കലൊന്നും ഇല്ലായിരുന്നു. അപ്പം നമുക്ക് ലഞ്ച് കഴിച്ചു. അതിനുശേഷം ഒരു 6:30 ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേനും നമുക്ക് ചെറുതായിട്ടൊന്ന് വിശന്നു. അപ്പോഴത്തേനാണ് ഞങ്ങൾ ഈ ബ്രെഡും ഒക്കെ എടുത്തത്. അപ്പോൾ ബ്രെഡും പീനട്ട് ബട്ടറും ഇത് ഫ്ലേവേർഡ് ആയിട്ടുള്ള പീനട്ട് ബട്ടർ അല്ല, മധുരമൊക്കെ വളരെ കുറഞ്ഞിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ്. ഇതിൽ പീനട്ട്സ് ഒരുപാട് കടിക്കാനുണ്ട്. ആ ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട്സ്, ഒരുപാട് പീനട്ട്സിൻ്റെ ഒരുപാട് പീനട്ട് വരുന്ന ഒരു ടൈപ്പ് പീനട്ട് ബട്ടറാണിത്. അപ്പോൾ ഇതാ ഞാൻ 2 ബ്രെഡ് എടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ അത് കഴിച്ചു. പിന്നെ രാത്രി ആയപ്പോഴും കാര്യമായിട്ട് ഡിന്നറിനും വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി ചുട്ടെടുത്തു. ചിക്കൻ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ചിക്കൻ, കഴിഞ്ഞ ദിവസം നമ്മൾ പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച ഗ്രീൻ ചിക്കൻ. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് എനിക്ക് മറന്നു. ഇതിനൊരു സ്പെഷ്യൽ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രീൻ ചിക്കൻ എന്നല്ല പറയുന്നത്. അങ്ങനെ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കനാണ്. അപ്പോൾ നമ്മൾക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ എന്തൊക്കെയോ പല ഐറ്റംസ് വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് ആ ഒരു ദാൽ ഗോഷും അതുപോലെ തന്നെ ചപ്ലി കബാബൊക്കെ കഴിച്ചപ്പോഴത്തേനും നമുക്ക് 1-2 ഐറ്റംസ് ബാക്കി വന്നു. അപ്പോൾ ബാക്കി വന്നത് നമ്മൾ പാഴ്സൽ എടുത്തായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തിയും കൂട്ടി കഴിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെ എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കറികൾ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഇത് ഒരുപാട് ഗ്രേവിയൊന്നും ഇല്ല, എന്നാൽ ചപ്പാത്തിയും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴത്തേനും അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പി, ഒരു പാകിസ്ഥാനി റെസിപ്പിയാണ്. ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്കറിയത്തില്ല. ഗ്രീൻ ചിക്കൻ എന്തോ ഒരു പ്രത്യേക തരം പേരും ഉണ്ട് കേട്ടോ, സ്പിനാച്ച് ചിക്കൻ ആണോ എന്തോ ഒരു പേരും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കുക്കിങ്ങും ഒന്നും ഇല്ലാത്ത ഒരു കുക്കിംഗ് ഫ്രീ ഡേ ആയിരുന്നു. അപ്പോൾ രാവിലെ ആണെങ്കിൽ മസാല ദോശ, ഉച്ചയ്ക്കും നമ്മുടെ പൊതിച്ചോറും കാര്യങ്ങളും, രാത്രിയാണെങ്കിലും നമ്മുടെ ഗ്രീൻ ചിക്കനും അതുപോലെ തന്നെ ചപ്പാത്തിയും. അങ്ങനെ എല്ലാ നേരവും എടുത്ത് നോക്കുകയാണെങ്കിൽ കുക്കിംഗ് ഒട്ടുമേ ഇല്ലാത്ത ഒരു ഡേ ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ ഇനി കുക്കിങ്ങിന് പുതിയ ഐറ്റംസും കാര്യങ്ങളും ഒക്കെ റെഡിയായി വെക്കണം. അപ്പം ഞാൻ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു റെസ്റ്റ്, ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ എൻ്റെ അടുത്ത ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ, അപ്പോൾ അത് ഞാൻ കഴിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഇത് നമ്മുടെ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്, സാറായ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. നമ്മുടെ പായസം പോലത്തെ എന്തോ ഒരു ഡെസേർട്ടാണ്. മുകളിൽ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് നമ്മുടെ ആൽമണ്ടൊക്കെയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.